KR സാജു തുടരുന്നുണ്ട്. സാജു, അതായത് ഇപ്പോൾ ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിനെ അടിക്കാനുള്ള ഏറ്റവും വലിയ ആയുധമാണ് ഇപ്പോൾ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. സ്വാഭാവികമായും അത് രാഷ്ട്രീയമായി തന്നെ ഉപയോഗിക്കുമെന്നും പ്രതീക്ഷിക്കണം. തീർച്ചയായും. പ്രത്യേകിച്ച് PP ദിവ്യയുടെ കേസുമായി ബന്ധപ്പെട്ട ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയപ്പോൾ കോൺഗ്രസ് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയതാണ്. അവരുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങൾ നമ്മൾ കണ്ടതാണ്. സംസ്ഥാന ജില്ലാ നേതാക്കൾ അടക്കമുള്ള കോൺഗ്രസിന്റെയും അതുപോലെ UDFന്റെയും നേതാക്കളൊക്കെ PP ദിവ്യയ്ക്ക് എതിരെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. സമാനമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കോൺഗ്രസിന് കൂടി ഇതോടുകൂടി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും അതെല്ലാം കോൺഗ്രസിനെ കൂടി രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുന്നതും തങ്ങൾ PP ദിവ്യയുടെ കേസിലെടുത്ത വാദങ്ങളെ ദുർബലമാക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് എത്തപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ കോൺഗ്രസിന്റെ പ്രതിരോധം എന്ന് പറയുന്നത് മുകേഷ് MLA സ്ഥാനത്ത് തുടർന്നതാണ്. അദ്ദേഹത്തിനെതിരെ കേസ് വന്ന സാഹചര്യത്തിൽ രാജിവെക്കേണ്ട ആവശ്യമില്ല എന്ന നിലപാടാണ് CPM സ്വീകരിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ രാജി ആവശ്യപ്പെടാനുള്ള ധാർമ്മികമായ അവകാശം CPMന് ഇല്ല എന്ന തലത്തിലുള്ള പ്രതിരോധത്തിലേക്കായിരിക്കും കോൺഗ്രസ് സ്വാഭാവികമായും പോകുക എന്ന് നമുക്ക് കണക്കുകൂട്ടേണ്ടിയിരിക്കുന്നു. പക്ഷേ കോൺഗ്രസ് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഭരണപക്ഷത്തിനെതിരെ പല കേസുകളിലും ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾക്ക് സമാനമായ അവസ്ഥയിലേക്ക് അവർ എത്തപ്പെടുന്നുണ്ട്. അങ്ങനെ വരാതിരിക്കാനുള്ള ആ ആരോപണങ്ങൾ കൂടുതൽ കടുക്കാതിരിക്കാനുള്ള ഒരു രാഷ്ട്രീയ പ്രതിരോധം എന്ന നിലയിലാണ് കേസെടുത്തതിനെ കോൺഗ്രസ് അതിശക്തമായി ചോദ്യം ചെയ്യുന്നില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നലെ സംസാരിച്ചത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, FIR ഇട്ട നടപടികളെ പോലും തങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. അതേസമയം പാർട്ടി ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടേതായ വഴികളിലൂടെ കടന്നുപോകും എന്ന തരത്തിലുള്ള പ്രതികരണം നടത്തിയത് അത് ബോധപൂർവം നടത്തിയതാണ്. ഒരു അവധാനതയോടുകൂടി തങ്ങൾക്ക് നേരെ ഉണ്ടാവാവുന്ന ചോദ്യങ്ങളുടെ മുന ആദ്യം തന്നെ ഒടിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ പ്രതികരണമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് പല ചോദ്യങ്ങൾക്കും മുമ്പ് ഉന്നയിച്ച വാദങ്ങൾ IC ബാലകൃഷ്ണന് ബാധകമല്ലേ രാഷ്ട്രീയമായി എന്ന ചോദ്യത്തിന് കോൺഗ്രസ് നേതൃത്വത്തിന് വരും ദിവസങ്ങളിൽ ഉത്തരം പറയേണ്ടി വരും എന്ന കാര്യം ഉറപ്പാണ്. ജിൽസി, ശരി, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഒരു തരത്തിൽ പ്രതിരോധത്തിലാകുന്നത് കാണുന്നുണ്ട്. എന്തായാലും ഇനിയുള്ള തുടർ നടപടികൾ എന്താണ് എന്നുള്ളത് വളരെ നിർണായകമായിരിക്കും. KR സാജുവും TN സലിയുമാണ് വിവരങ്ങൾ നൽകിയത്.